നിങ്ങൾ ഇപ്പൊ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത 2 മിനിറ്റ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ വെൽക്കം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ആ സാഹചര്യത്തിന്റെ അകത്തൊന്ന് ഓടണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന്, ആ സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ഒരു ബുക്കിന്റെ അകത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഒരു കാലത്തും ഉപേക്ഷിക്കുകയോ ഞാൻ നിന്നെ ഒരു കാലത്തും തള്ളിക്കളയുകയില്ല. ചിലപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കത്തിക്കാണെങ്കിൽ ഏത് ബുക്കിനകത്തുള്ളതാണ് അറിയില്ലെങ്കിൽ ഞാൻ പറയട്ടെ. ഇത് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബുക്കിനകത്തുള്ളതാണ് ഈ വചനം. ഞാൻ നിന്നെ ഒരു കാലത്തും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ ഒരു കാലത്തും തള്ളിക്കളയത്തില്ല. പുതിയ നിയമത്തിന്റെ അകത്ത് പൗലോസ് ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ അകത്ത് 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതൊരു വ്യക്തിക്ക് നമ്മളെ അറിയാമെങ്കിലും ദൈവത്തിന് നമ്മളെ നന്നായിട്ട് അറിയാം. ഏതൊരു വ്യക്തിത്വത്തിനും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ദൈവത്തിന് നമ്മളുടെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു വ്യക്തിത്വത്തിനും നമ്മളെ ഉപദേശിക്കാനും അതുപോലെ നമ്മളെ വഴക്ക് പറയാനും ആ സാഹചര്യത്തിൽ നിന്ന് മാറാനും നമ്മളെ പ്രേരിപ്പിക്കാൻ പറ്റുമെങ്കിലും ആ സാഹചര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഈ ഭൂമിയിൽ ഒരേ ഒരു വ്യക്തിത്വം, അത് ഡോക്ടേഴ്സോ സൈക്കോളജിസ്റ്റോ അല്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സോ ആ സ്നേഹത്തിന്റെ അകത്ത് നമ്മൾ ഓരോരുത്തരും രൂപപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് നമ്മളോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: നിന്റെ സാഹചര്യത്തിന്റെ അകത്ത് അവന്റെ സ്നേഹം പരിപൂർണമായി മനസ്സിലാക്കപ്പെടാൻ പോകുന്നു. ചിലപ്പോൾ നമ്മുടെ സാഹചര്യത്തിന്റെ അകത്ത് നമ്മൾ ഓടി ഒളിച്ചോട്ടെ, നോ പ്രോബ്ലം. ദൈവം നിങ്ങളെ സ്നേഹിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യം: ദൈവത്തിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ ഏത് സാഹചര്യത്തിന്റെ അകത്ത് പോയാലും, ഡിപ്രഷനിലായിക്കോട്ടെ, സന്തോഷമില്ലായ്മയിലായിക്കോട്ടെ, കരയുന്നവരായിക്കോട്ടെ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ, പക്ഷെ ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത പറയട്ടെ: കർത്താവായ യേശുവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടും. ആ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കും. അവന്റെ സ്പർശനം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സോ അതുവരെ ഐ എം സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ. താങ്ക് യു. ആമേൻ.